ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരിക്കലും മരിക്കാത്ത ചില വാക്കുകളുണ്ട്. അവ പുസ്തകത്തിൽ എഴുതിയതല്ല, കല്ലിൽ കൊത്തിയതുമല്ല, മനസ്സിൽ എഴുതപ്പെട്ടത്. ഇന്ന് ആ വാക്കുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് എങ്ങനെയുള്ള മനുഷ്യനാണോ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു വാക്ക് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. ഏതാണ് ആ വാക്ക് എന്നല്ലേ? എന്തുകൊണ്ടാണ് ചില വാക്കുകൾ ഒരു ജീവിതം പണിയുകയും മറ്റു ചില വാക്കുകൾ ഒരു ജീവിതം തകർക്കുകയും ചെയ്യുന്നത്? നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു വാക്ക് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അത് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവനൊരു ഭാഷയും അറിയില്ല, ഒരു മതവും അറിയില്ല, ഒരു ഭയവും അറിയില്ല, ഒരു പരാജയവും അറിയില്ല. അവനാകെ അറിയുന്നത് കരയാൻ മാത്രം. പക്ഷെ അവൻ വളരാൻ തുടങ്ങുമ്പോൾ ലോകം അവന് വാക്കുകൾ പഠിപ്പിക്കുന്നു. ആദ്യം ഭാഷ പഠിപ്പിക്കുന്നു, പിന്നീട് ആ ഭാഷയിൽ മറഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങൾ പഠിക്കുന്നു. നീ മിടുക്കനാണ്, നീ പോരാ, നിനക്ക് കഴിയും, നിനക്ക് കഴിയില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സാധാരണ ശബ്ദങ്ങൾ മാത്രമാണ്. പക്ഷേ മനസ്സവയെ ശബ്ദമായി സൂക്ഷിക്കില്ല, സത്യമായിട്ടാണ് സൂക്ഷിക്കുന്നത്. അതാണ് മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നമ്മളെക്കുറിച്ച് അറിയുന്നത് കണ്ണാടിയിൽ നോക്കിയല്ല, മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയാണ്. അതുകൊണ്ടാണ് ഒരു അച്ഛൻ്റെ ഒരു കോപം, അധ്യാപകൻ്റെ ഒരു പരിഹാസം, ഒരു സുഹൃത്തിൻ്റെ ഒരു അവഗണന വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്. കാരണം വാക്കുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവ ചിന്തകളായി മാറുന്നു, ചിന്തകൾ വിശ്വാസങ്ങളായി മാറുന്നു, വിശ്വാസങ്ങൾ സ്വഭാവങ്ങളായി മാറുന്നു, അവസാനം സ്വഭാവം തന്നെ ജീവിതമായി മാറുന്നു. അതുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിൽ ജനിച്ച രണ്ട് മനുഷ്യർ രണ്ട് വ്യത്യസ്ത ജീവിതങ്ങൾ ജീവിക്കുന്നത്. ഒരാൾ കേട്ടത് ശ്രമിച്ചാൽ കഴിയും, മറ്റൊരാൾ കേട്ടത് നിന്നെ കൊണ്ടൊന്നും നടക്കില്ല. സാഹചര്യം ഒരുപോലെയായിരുന്നു, ഒരുപക്ഷെ വാക്കുകൾ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് അവരുടെ ഭാവിയും വ്യത്യസ്തമായി. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം ഇന്നും നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളാണോ, അതോ വർഷങ്ങൾക്ക് മുമ്പ് ആരോ പറഞ്ഞ ഒരു വാക്കാണോ? ഓർക്കുക, നമ്മുടെ ഇന്ദ്രിയങ്ങളും പുറത്താണ്. എന്നാൽ പഞ്ചാമത്തെ ഇന്ദ്രിയമായ നാക്ക് മാത്രമാണ് ഉള്ളിൽ. അതാണ് നാക്ക്. എന്നാൽ ആ നാക്കാകട്ടെ രണ്ട് ചുണ്ടുകളും കൊണ്ട് പൂട്ടി വച്ചിരിക്കുകയാണ്. അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രം തുറന്ന് സംസാരിച്ചാൽ മതി എന്നത് തന്നെയാണ്. ഒരു മനുഷ്യൻ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടുന്നത് മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നല്ല, സ്വന്തം മനസ്സിൽ എഴുതപ്പെട്ട തെറ്റായ വാക്കുകളിൽ നിന്ന് മോചിതനാകുമ്പോഴാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ഒരു വാക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ വാക്ക് ഇന്നും നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ എന്തിനാണ് നിങ്ങൾ അനുവദിക്കുന്നത്? കാരണം ആ വാക്ക് പറഞ്ഞ ആൾ ഒരുപക്ഷെ ഇപ്പോൾ അത് ഓർക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ മാത്രം അത് ഓരോ ദിവസവും വീണ്ടും ജീവിക്കുകയാണ്. ഇന്നൊരു തീരുമാനമെടുക്കൂ. നിങ്ങളുടെ ജീവിതം എഴുതേണ്ടത് മറ്റൊരാളുടെ വാക്കുകളല്ല, നിങ്ങളുടെ സ്വന്തം ശബ്ദമാണ്. കാരണം മനുഷ്യൻ മാറുന്നത് പുതിയ വഴിയിലൂടെ നടക്കുമ്പോഴല്ല, സ്വയം പറയുന്ന വാക്കുകൾ മാറുമ്പോഴാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കണ്ണാടിയിൽ നോക്കി ഒരേ ഒരു വാക്ക് മാത്രം പറയൂ, ഞാൻ മതി. കാരണം ലോകം നിങ്ങളെ എങ്ങനെ വിളിച്ചു എന്നതല്ല, നിങ്ങൾ നിങ്ങളെ എന്താണ് വിളിക്കുന്നത് അതാണ് അവസാനം നിങ്ങളുടെ ജീവിതമായി മാറുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വാക്കുകൾ വായുവിൽ അലിഞ്ഞു പോകും, പക്ഷേ അവയുടെ പ്രതിധ്വനി ചില മനുഷ്യരുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അതിനാൽ വാക്കുകൾ സംസാരിക്കരുത്, ജീവിതങ്ങൾ നിർമ്മിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലവ് യു ഓൾ. ഇത്ര നല്ല ചിന്തകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.